ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോഴും വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിന്ധു കൃഷ്ണയുടെയും ഫാമിലിയുടെയും ഒരു സംഭവം പറയാൻ വേണ്ടി. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ കണ്ടു. തൻവി എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ വീഡിയോ ആണ്. അവരുടെ മകൾക്ക് സുഖമില്ല, അതുപോലെ തന്നെ എന്താണ് വീട് മാറുന്നു, അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയാം. അതായത് ആ കുഞ്ഞിന് അസുഖമോ വേറെയൊന്നുമല്ല അവരെ അലട്ടുന്നത്. അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴൊരു മനുഷ്യനില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിന്ധു കൃഷ്ണയും മക്കളും തന്നെയാണ്. അവരായിരുന്നു ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മുത്തശ്ശി എന്ന് പറയുന്നയാളുടെ കൂടെ കൂടിയതിന് ശേഷം തന്നെ അവരുടെ സപ്പോർട്ടും പോയി. ഇപ്പം ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല. അമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് അതിനെ പറ്റിയിട്ട് ഈ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതമ്മ എൻ്റെ മകളാണെന്ന് ആരോടും പറഞ്ഞു പോകരുത്, എനിക്ക് നാണക്കേടാണെന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവരുടെ മാനസികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് അമ്മയില്ല, അച്ഛനില്ല, പിന്നെന്ന് പറഞ്ഞാൽ ഒരു മുത്തശ്ശിയാണുള്ളത്. ആ മുത്തശ്ശിയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ. അപ്പോൾ അവരുടെ ആ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനുണ്ട്. അതുകൊണ്ട് സിന്ധു കൃഷ്ണയോട് ഞാൻ കൈകൂപ്പിയിട്ട് പറയുകയാണ്, സിന്ധു കൃഷ്ണ കഴിഞ്ഞതെല്ലാം മറക്കണമായിരുന്നു. സിന്ധു ചേച്ചി ഒരു കാര്യം ചെയ്യണം, ആ കുട്ടിയെ തിരിച്ച് വിളിക്കണമായിരുന്നു. ഇത് നമ്മളെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മുത്തശ്ശീൻ്റെ ഭാഗത്ത് കൂടിയതല്ലേ നീ, മുത്തശ്ശി പറഞ്ഞതല്ല, നീ വീഡിയോ എടുത്തിട്ടതല്ലേ, ഇനി നീ അനുഭവിക്ക്. അതുപോലെ തന്നെ നിനക്ക് സിന്ധു കൃഷ്ണ ഉണ്ടായിരുന്നില്ലേ, അഹാന കൃഷ്ണ ഉണ്ടായിരുന്നില്ലേ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനാണ് നോക്കേണ്ടത്. ഭയങ്കരമായിട്ട് തകർന്നു പോയിരിക്കുന്ന ഒരു യുവതിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അച്ഛനും അമ്മയില്ല, ആ അമ്മ എന്ന് പറയുന്ന സാധനം വരില്ല. അതുകൊണ്ടാണ് ഞാൻ സിന്ധു ചേച്ചിയോട് പറയുന്നത്, നിങ്ങളുടെ അനുജത്തിയുടെ മകളല്ലേ, നിങ്ങളൊരു മകളെ പോലെ കണ്ടതല്ലേ. അതായത് നിങ്ങൾ, എനിക്ക് തോന്നുന്നത് 5 മക്കളാണെന്നാണ് പറയാറെന്ന് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ 4 മക്കളെയും ഈ കുട്ടീനെയും പല പ്രാവശ്യം നമ്മൾ അവിടെയൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടീനെ വിളിക്കണം. കഴിഞ്ഞെല്ലാം മറക്കണമായിരുന്നു. കഴിഞ്ഞെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സമയദോഷം കൊണ്ട് വന്നതായിരിക്കും. അല്ലാതെ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ മാത്രം പോരാ ആ കുട്ടിക്ക്. അതിനെന്ന് പറഞ്ഞാൽ നിങ്ങളെയും കൂടി സപ്പോർട്ട് വേണമായിരുന്നേ. പിന്നെ നാട്ടുകാരുടെ വാക്കോ ഈ ഇതൊന്നും കേൾക്കരുത്. നമ്മൾ നാട്ടുകാരൊന്നും ഒന്നിനും നിൽക്കത്തില്ലടോ. ഈ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളപ്പിന് പുറത്തു വരികയേ വരത്തുള്ളൂ. പക്ഷെ ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് വരും. ആ തൻവി എന്ന് പറയുന്ന ആ ഒരു സഹോദരിക്ക് ഒരു വലിയ തെറ്റ് തന്നെയാണ് സംഭവിച്ചത്. ഒരു കാരണവശാലും മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് ഇടാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം അവർ തീർത്തോട്ടെ, ഇല്ലെങ്കിൽ മുത്തശ്ശിയും കൊച്ചുമകളും തമ്മിലുള്ള പ്രശ്നം അവർ തീർത്തോട്ടെ. താൻ ഇതിലൊന്നും ഇടപെടുന്നില്ല. തൻ്റെ സഹോദരങ്ങളാണ് ആ 4 പേര്, അതുപോലെ തൻ്റെ വല്യമ്മയാണത് എന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു. പക്ഷേ എന്തോ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്തോ എവിടെയോ എന്തോ ഇതായപ്പോഴേ, ഇനിയിപ്പോൾ കുറച്ച് വ്യൂസിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോഴേ എൻ്റെ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ, അല്ല നാട്ടുകാർ തെച്ചു ഏതായാലും അവരെ അങ്ങ് ഊക്കുന്നുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ വകയും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സിന്ധു കൃഷ്ണ ഇത് മനസ്സിൽ വെച്ച് നിൽക്കരുത്. എങ്ങനെയെങ്കിലും പോയിട്ട് അതിനെ സമാധാനിപ്പിക്കണം. അത്രയും ഭയങ്കരമായി തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ തൻവി എന്ന് പറയുന്ന സഹോദരി. ദുഃഖമുണ്ട്, ഭയങ്കര ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. ശരിയാണ്, ഇവരുടെ കുടുംബത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വത്തുക്കളുടെ തർക്കം ഉണ്ടാകാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ വാരി എറിഞ്ഞതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോഴും മക്കളൊന്നും സമ്മതിച്ചു എന്ന് വരില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഓസിക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അഹാനിയും മാത്രമേ ക്രൂരയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലാകുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തിരിച്ച് വിളിക്കണം പറഞ്ഞത്. ഇതൊരു നിങ്ങളോട് റിക്വസ്റ്റാണ്. നമ്മൾ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവനല്ലേ ഏറ്റവും വലുത്. ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ, ആ ഒരു കുട്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഒരാൾ പോലും ഹെൽപ്പിനില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുക, അമ്മേൻ്റെ വീട്ടുകാർ നല്ല എന്താ പറയുക, അവരുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ടാണോ എന്നറിയില്ല, ആരും അവർക്കൊരു തുണയായിട്ടില്ല. അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരു വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വന്നതാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള പൈസ തീരാൻ വലിയ പണിയൊന്നുമില്ല. ഒരു 2 ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലെല്ലാം അങ്ങ് തീരുവാടുന്നത്, അത് ഉറപ്പാണ് നടന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ പറയാൻ എളുപ്പമാണ്, അവരൊക്കെ അഹങ്കാരികളല്ലേ, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെ വന്നത്.
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, ആ കാനഡയിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അവരുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ തൻവിയുടെ പഴയൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പിരിയുന്നു എന്നുള്ള തരത്തിൽ അവരുടെ ഭർത്താവുമായിട്ട് പിരിയുന്നതെന്ന്. ഞാൻ പറഞ്ഞ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം തന്നെയാണ്. അതായത് ആ കുടുംബത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ശരിക്കും സ്നേഹം കിട്ടിയിട്ടില്ല. നിങ്ങൾ അമ്മ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. അതൊരു വലിയ ട്രോമ തന്നെയാണ്. സ്വന്തം അമ്മ പറയുകയാണ് എൻ്റെ മകളാണെന്ന് പറയരുത് എന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് പറയാറുന്നേ. ആൺകുട്ടിയാണെങ്കിൽ അവൻ അതിൻ്റെതായ വഴിക്ക് പോയിക്കോളും. പക്ഷെ ഒരു പെൺകുട്ടിക്ക് സ്വന്തം അമ്മ അങ്ങനെ പറയുമ്പോൾ അവർക്ക് എത്രമാത്രം വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. ഞാൻ അതാണ് ശരിക്കും മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പറയുന്നത് ആ പിശാചി സ്ത്രീ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അടുപ്പിക്കത്തില്ല, ഈ കുട്ടീനെ അടുപ്പിക്കത്തില്ല. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് സിന്ധു കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്കും മാത്രമാണ്. എല്ലാം മറക്കണം, കഴിഞ്ഞെല്ലാം മറക്കണം. കാരണം ഒരു തെറ്റ് പറ്റാത്ത ആളില്ല. നിങ്ങളുടെ സ്വന്തം മകൾക്ക് ഒരു തെറ്റ് പറ്റിയതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കണം. കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും നിങ്ങളൊരു വല്യമ്മയാണ്, അതായത് അമ്മയുടെ സ്ഥാനമാണ്. അതായത് നിങ്ങളുടെ അനുജത്തിക്ക് പിന്നെ ഇല്ലാതെ പോയ ആ ഒരു വിവേകം നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്വന്തം സുഖമല്ല നോക്കേണ്ടത്. നമ്മൾ ഈ പിന്നെ സ്ത്രീയുടെ, അതായത് ഈ യുവതിയുടെ അമ്മയോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം സുഖമല്ല നോക്കേണ്ടത്. ഒരു മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ സുഖമാണ് നോക്കേണ്ടത്. അല്ലാതെ സ്വന്തം സുഖം, സ്വന്തം ഭർത്താവ്, സ്വന്തം കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല പോകേണ്ടത്. നിങ്ങളുടെ വയറ്റിൽ നിന്ന് വന്ന തന്നെയല്ലേ ഈ കുട്ടി, അതിനെയും നോക്കേണ്ട നിങ്ങളെ കടമയില്ലേ. പക്ഷേ അതിന് പിന്നെ എന്താ സ്വന്തം ഭർത്താവിനും അല്ലെങ്കിൽ അവരുടെ സുഖത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഇതൊരു അപേക്ഷയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവർ വളരെയധികം വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഒരു അപേക്ഷയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ വിളിക്കണം, തിരിച്ചു വിളിക്കണമെന്ന്. എല്ലാവർക്കും ഉണ്ട്, തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല. ഒരുപാട് പേർക്ക് തെറ്റ് പറ്റാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏഷണി കൂട്ടി കൊടുക്കാനും ഉണ്ടാകും. അവൾ അങ്ങനെ കാണിച്ചില്ല, അവൾ ഇങ്ങനെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഏഷണി കൂട്ടി കൊടുക്കാനും ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടിക്ക് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും, അവരെ എന്തെങ്കിലും പറയൂ, അപ്പോൾ കുറച്ച് റീച്ച് കിട്ടും, വീഡിയോക്ക് റീച്ച് കിട്ടും. കാരണം ഇവിടെ അതാണല്ലോ ഇപ്പോഴും നടക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ കുറ്റം പറയുക, അതിനെന്നിട്ട് വീഡിയോ റീച്ച് എടുത്തിട്ട് പിന്നീട് കാറ് വാങ്ങിക്കുക, ഭാര്യയെ വളരെ മോശമായിട്ട് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പറയുക, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമാശ പറഞ്ഞതാണ് എന്നിട്ട് പിന്നെ ആ ഒരു റീച്ചിൽ വീഡിയോ ഇതെടുക്കുക, കാർ എടുക്കുക, പിന്നെ കുടുംബങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ അടിച്ച് പിരിഞ്ഞിട്ട് കാർ എടുക്കുക. ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, കട്ട നെഗറ്റീവിലേക്ക് പോകാം. അങ്ങനെ നെഗറ്റീവിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് റീച്ച് വാങ്ങിക്കാം. പക്ഷേ അതൊന്നും പറഞ്ഞാൽ ശാശ്വതമല്ല മോളെ. ഇപ്പം മനസ്സിലായില്ലേ? തൻവിയോട് എനിക്ക് പറയാനുള്ളത്, വല്യമ്മയെ നിങ്ങൾ തന്നെ തിരിച്ചു വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞേ. വല്യമ്മയോടല്ലേ മാപ്പ് പറയുന്നത്, വേറെ ആരോടും അല്ലല്ലോ. അതുകൊണ്ട് സിന്ധു ആണെങ്കിൽ അത് പിന്നെ അംഗീകരിക്കുകയും ചെയ്യണം എന്നാണ് സിന്ധു ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്. അംഗീകരിക്കുകയും കൂടി ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകള് തന്നെയല്ലേ, നിങ്ങളുടെ മകള് തന്നെയല്ലേ. വളരെയധികം വിഷമമായിപ്പോയി ആ വീഡിയോ കണ്ടപ്പോഴേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീറുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട്, പൊട്ട മനസ്സാകാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് മതിയാണെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടോ പരിതപിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സ് ചെറിയൊരു ഇത് മതിയാണെന്ന്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെറിയൊരു ചിന്ത മതിയാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സന്തോഷങ്ങൾ കൊടുക്കേണ്ടത്. അതിനെന്തോ പറ്റിപ്പോയി, അതിന് അമ്മയില്ല, അതുപോലെ തന്നെ ആകെ മുത്തശ്ശിയേ ഉള്ളൂ. പിന്നെ ആ മുത്തശ്ശി ചിലപ്പോൾ ഓവർ കെയറിങ് കാണിച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ആയിട്ട് ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ സംഭവിച്ച് അതിലെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോ എടുത്തിട്ട് മുത്തശ്ശിയാണെങ്കിൽ നല്ലോണം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വഴിയാധാരമായത് ഈ ഒരു സഹോദരി മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഇത് ഒത്തു തീർക്കണം, അതിനെ തിരിച്ചു വിളിക്കണം, അതാ വേണ്ടത്. നന്ദി, നമസ്കാരം.